ഹലോ ട്രേഡേഴ്സ്, അപ്പോൾ ഒരുപാട് നാളായി എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യുന്നതാണ്. അത് കണ്ട് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡറോ അല്ലെങ്കിൽ ഇൻവെസ്റ്ററോ ആകാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുവാണെങ്കിൽ ജസ്റ്റ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് മാത്രമായിരിക്കത്തില്ല. ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് വരുന്നുണ്ട്, ഫോറക്സ് മാർക്കറ്റ് വരുന്നുണ്ട്, ഡെറിവേറ്റീവ് മാർക്കറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുന്നതിലൂടെ ഓവറോൾ ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റി കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്തെടുക്കാനും അതിലൂടെ നല്ലൊരു ഇൻവെസ്റ്ററോ ട്രേഡറോ ആകാനായിട്ട് സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫോറക്സ് ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റിലോ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്. സ്ട്രാറ്റജി, റിസ്ക് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സൈക്കോളജിക്കാണ് നമ്മൾ ഏറ്റവും അധികം ട്രേഡിങ്ങിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ട്രേഡിംഗ് ജേണൽ എന്ന് പറയുന്നത്. പലരും ട്രേഡിംഗ് ജേണൽ കീപ്പ് ചെയ്യുന്നത് എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ ജസ്റ്റ് നോട്ടിലോ ഒന്ന് എഴുതിയൊക്കെയാണ്. അപ്പോൾ പലരും ഒരു ബിഗിനർ ട്രേഡർ ആണെങ്കിൽ പല സമയങ്ങളും ട്രേഡിംഗ് ജേണലേ കീപ്പ് ചെയ്യാറില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ കാണാറുള്ളത് കൂടുതലും. പ്രത്യേകിച്ച് എടുത്ത് പറയുവാണെങ്കിൽ ഇത്തരത്തിൽ ട്രേഡിംഗ് ജേണൽ എഴുതുന്നവർ പോലും അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളിൽ മാറ്റം വരുത്താതെ പോകുന്ന ഒരവസ്ഥയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ കംപ്ലീറ്റ് ട്രേഡിംഗ് റിപ്പോർട്ട് കിട്ടുന്ന, കംപ്ലീറ്റ് ആ ഒരു അനാലിസിസ് റിപ്പോർട്ട് കിട്ടുന്ന ഒരു ട്രേഡിംഗ് ജേണൽ പ്ലാറ്റ്ഫോമിനെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടിരിക്കുക. ഈ പ്ലാറ്റ്ഫോം കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മളിപ്പോൾ പഠിച്ച് മനസ്സിലാക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ പെർഫോമൻസിനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ബെറ്റർ ആക്കാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള അനാലിസിസ് റിപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ എവിടെ മാറ്റം വരുത്തണം, ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണമെന്നുള്ള പ്രോപ്പർ ധാരണ നിങ്ങൾക്ക് കിട്ടുന്നതും അതിലൂടെ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കുന്നതുമാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്ന് പറയുന്നത് അൾട്രാ ട്രേഡർ ആണ്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്ത് തന്നെ, ജിമെയിൽ കൊടുത്ത് തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ആദ്യം ഡാഷ്ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ലൈവ് ട്രേഡ്സ് ഉണ്ട്, ഫിനിഷ് ട്രേഡ്സ് ഉണ്ട്, ജേണൽ ഉണ്ട്, വാച്ച് ലിസ്റ്റ് ഉണ്ട്. വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏതൊക്കെ കറൻസി പെയർ വേണോ നമുക്ക് ഈ ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടുത്തെ ആഡ് സിമ്പിൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. അപ്പോൾ ഒരു ആഡ് സിമ്പിൾ കൊടുത്ത് ഏതൊക്കെ കറൻസി പെയറാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് ഇവിടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാനായിട്ട് കഴിയുന്നതാണ്. അതേസമയം ഇവിടെ ജേണൽ എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരുപാട് ട്രേഡ്സ് ഞാൻ ജേണൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫിനിഷർ ട്രേഡ്സ്, അതായത് നമ്മളൊരു ട്രേഡ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ ട്രേഡിംഗ് ജേണലിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു ഫിനിഷർ ട്രേഡ്സും ബാക്കി കാര്യങ്ങളെല്ലാം കാണാനായിട്ട് കഴിയും. അതേസമയം ലൈവ് ട്രേഡ്, ഇപ്പോൾ സ്റ്റിൽ റണ്ണിങ് ആയിട്ടുള്ള ട്രേഡും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുപരി നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാം, ഡാഷ്ബോർഡിലേക്ക് വരാം. ഒന്നുകിൽ നിങ്ങൾക്ക് ലൈവ് ട്രേഡ് ആയിട്ട് തന്നെ ഇപ്പോൾ റണ്ണിങ് ട്രേഡ്സ് ഈ ഒരു പോർഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല എങ്കിൽ നിങ്ങൾ ട്രേഡൊക്കെ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ടുണ്ട്, ടേക്ക് പ്രോഫിറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസോ ഹിറ്റ് ചെയ്ത് ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്കിൽ നേരെ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ ഇവിടെ ആഡ് ട്രേഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അവിടെ ആഡ് ട്രേഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നെ ജനറൽ ഉണ്ട്, ഓർഡേഴ്സ് ഉണ്ട്, ജേണൽ ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ജനറൽ എടുക്കുക. അവിടെ നമ്മൾ ഏത് ഇൻസ്ട്രുമെൻറ്റിലാണോ ട്രേഡ് ചെയ്യുന്നത് ആ ഒരു സിമ്പൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ XAUUSD സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഞാനപ്പോൾ XAUUSDയിലാണ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എടുത്ത ട്രേഡ് XAUUSDയിലാണ്. ഓൾറെഡി ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് XAUUSDയിലാണ് ആ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലോങ് ആണോ ഷോർട്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, ബൈ ആണോ അതോ സെൽ ട്രേഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ബൈ ട്രേഡ് കൊടുക്കുന്നു. ഓക്കെ, ബൈ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം ഫീസും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇവിടെ കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കറിയാം കമ്മീഷൻ ഉണ്ട്, നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ബ്രോക്കറിനകത്തുള്ള കമ്മീഷൻ ഞാനിവിടെ 0.02 കൊടുക്കുവാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഓർഡേഴ്സിലേക്ക് പോവുക. ഓർഡേഴ്സിലേക്ക് പോകുമ്പോൾ ഇവിടെ എൻട്രി പ്രൈസ് ചോദിക്കുന്നുണ്ട്. എത്ര രൂപയിലാണ് നിങ്ങൾ എൻട്രി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ 4700 കൊടുക്കുന്നു. ഓക്കെ, 4700 ഞാൻ എൻട്രി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എത്ര ലോട്ടാണ് എന്നിവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 0.01 ലോട്ടാണ് എന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് പ്രൈസ് എത്രയാണോ നമ്മുടെ ടാർഗറ്റ് പ്രൈസ് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ 4710 കൊടുക്കുന്നു. എൻ്റെ ടേക്ക് പ്രോഫിറ്റ് പ്രൈസ് അല്ലെങ്കിൽ ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4710 തൊട്ട് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്രൈസ് കാണാം. അവിടെ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് കൊടുക്കുന്നു. 4695 ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നു. ഇനി മാനുവലി ആണ് നിങ്ങളുടെ ട്രേഡ് എക്സിറ്റ് ആകുന്നതെങ്കിൽ ഇവിടെ മാനുവൽ ക്ലോസസ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ മാനുവലി എക്സിറ്റ് ആകുന്ന ആ ഒരു പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ
ടാർഗറ്റും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തെങ്കിൽ ഈ ടിക്ക് മാർക്ക് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഡേറ്റിലാണെങ്കിൽ ഇന്നത്തെ ഡേറ്റിലാണ് ഹിറ്റ് ചെയ്തത്, അപ്ലൈ. കണ്ടോ, ഇവിടെ ആ ഒരു ടിക്ക് മാർക്ക് വീണിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തെങ്കിലാണ് ഞാൻ ഈ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് അല്ല, ഇപ്പോൾ ടേക്ക് പ്രോഫിറ്റ് ആണ് ഹിറ്റ് ചെയ്തതെന്ന് കരുതുക. അപ്പോൾ ബാക്ക് ടു ഞാൻ ഈ ഒരു ആ ഒരു ക്ലോക്കിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടാർഗറ്റിൻ്റെ അവിടെ പെൻഡിങ് കിടക്കുക, അതെന്ത് ചെയ്യണം, ടിക്ക് മാർക്ക് ആക്കുക. ഇന്നത്തെ ഡേറ്റ്, അപ്ലൈ. എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നെക്സ്റ്റ് പോകേണ്ടത് ജേണലിലേക്കാണ്. ഈ ജേണൽ നോക്കുവാണെങ്കിൽ 7 AM സ്ട്രാറ്റജി, എൻ്റെ സ്ട്രാറ്റജിയുടെ നെയിമാണ് 7 AM സ്ട്രാറ്റജി. അപ്പോൾ ആ പേര് കൊടുക്കുക, ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിന് നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും നോട്ട് ടൈപ്പ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ആ ഒരു നോട്ട് ടൈപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. തൊട്ട് താഴെ എന്തെങ്കിലും ടാഗ് കൊടുക്കണം, അതായത് XAU ജസ്റ്റ് ഒരു ടാഗ് കൊടുക്കണമെങ്കിൽ ടാഗ് കൊടുക്കാം. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടോ ആ ട്രേഡ് എടുക്കുന്നതിൽ, റിസ്ക് മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമോഷണൽ ഡിസിഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പോർഷനിൽ തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ആ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്ര ഉണ്ടായിരുന്നു എന്ന് നോക്കുന്നു. ഇവിടെ ന്യൂട്രൽ ആണെങ്കിൽ ന്യൂട്രൽ കൊടുക്കുക, അതേസമയം വെരി ഹൈ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ട്രേഡ് ആണെങ്കിൽ വെരി ഹൈ കൊടുക്കുക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു ഏത് ട്രേഡാണ് നമ്മൾ എടുത്തത്, XAUSD ട്രേഡ് എടുത്തത്, ബൈ പൊസിഷനാണ് എടുത്തത്, ഫീസ് ഇത്ര ആയിട്ടുണ്ട്, ഓർഡേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് പ്രൈസ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു എന്നായിരുന്നു നമ്മൾ കൊടുത്തത്. ട്രേഡിംഗ് ചാനൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, കോൺഫിഡൻസ് ലെവലും കൊടുത്തതിന് ശേഷം സബ്മിറ്റ്. സബ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ട്രേഡ് സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ട്രേഡ്സ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു അനാലിസിസ് റിപ്പോർട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെ ഓവർവ്യൂ എന്ന പോർഷനിൽ നമുക്ക് റിയലൈസ്ഡ് നെറ്റ് PNL എത്രയാണ്, കൂടാതെ നമ്മുടെ വിൻ റേറ്റ് എത്രയാണ്. ഇവിടെ എനിക്കിപ്പോൾ 90% വിൻ റേറ്റ് കാണിക്കുന്നുണ്ട്. ആവറേജ് റിസ്ക് റിവാർഡ് എത്രയാണ്, ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു പ്ലാറ്റ്ഫോമിനുള്ളിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇക്വിറ്റി കർവും കാര്യങ്ങളും എല്ലാം കണ്ടോ, എത്തരത്തിലാണ് നമ്മുടെ അക്കൗണ്ട് ഗ്രോ ആയതും അതുപോലെ തന്നെ ഡെയിലി PNL കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയും. അതിനൊക്കെ ഉപരി ഈ ഒരു പോർഷനിലേക്കൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വിൻ റേറ്റ് എത്രയുണ്ട്, അതിൽ തന്നെ ഇൻട്രാഡേ ഉണ്ട്, മൾട്ടി ഡേ ഉണ്ട്. മൾട്ടി ഡേ എന്ന് പറയുന്നത് നമ്മുടെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഇതിനെയാണ് നമ്മൾ പറയുന്നത്. സോ ഇൻട്രാഡേക്ക് എനിക്ക് 90% വിൻ റേറ്റ് ഉണ്ട്. സ്വിംഗ് ട്രേഡ് എടുക്കുന്ന ട്രേഡിന് എത്ര വിൻ റേറ്റ് ഉണ്ടെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിനുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആവറേജ് ഹോൾഡിംഗ് ടൈം കാണിക്കുന്നുണ്ട്, ആവറേജ് അതുപോലെ തന്നെ അതിൻ്റെ വിന്നും ലോസസും കാണിക്കുന്നുണ്ട്. കൂടാതെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ PNLും ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. തിങ്കളാഴ്ച എത്ര ട്രേഡ് എടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് ട്രേഡ്സ് നമുക്ക് അറിയാനായിട്ട് കഴിയും. ഇനി അനലിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തന്നെയുള്ള അനാലിസിസ് റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ XAUSDയിലും EURUSDയിലുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രേഡ്സ് എടുക്കാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ XAUSD EURUSD നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ലാർജസ്റ്റ് വിന്നും അതുപോലെ തന്നെ ലാർജസ്റ്റ് ലോസസും നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലാർജസ്റ്റ് വിൻ എന്ന് പറയുന്നത് 100 ആണ്. അതുപോലെ തന്നെ എൻ്റെ ലാർജസ്റ്റ് ലോസ് എന്ന് പറയുന്നത് അറൗണ്ട് $29. അതേസമയം താഴേക്ക് നോക്കുവാണെങ്കിൽ എൻ്റെ ലോങ് ഷോർട്ട് റേഷ്യോ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ എടുക്കുന്ന ലോങ് ട്രേഡ്സ് ആണ്. 80% എൻ്റെ ട്രേഡ്സ് ലോങ് ട്രേഡ്സ് ആണ്. 20% ട്രേഡ്സ് ഷോർട്ട് ട്രേഡ്സ് ആണ്. അപ്പോൾ ലോങ് അനാലിസിസും ഷോർട്ട് അനാലിസിസും നമുക്കിവിടെ കാണാം. ലോങ് എടുക്കുന്ന ട്രേഡിൽ എനിക്ക് 100% വിൻ റേറ്റ് ഉണ്ട്. ഷോർട്ട് എടുക്കുന്ന ട്രേഡുകളിൽ എനിക്ക് 50% വിൻ റേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ PNLും ബാക്കി കാര്യങ്ങളുമാണ് ആവറേജ് വിന്നും അതുപോലെ തന്നെ ആവറേജ് ലോസും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ ഈ താഴെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ട്രേഡിംഗ് ജേണൽ അല്ലെങ്കിൽ ഈ ഒരു അൾട്രാ ട്രേഡർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി നിങ്ങൾ പ്രീമിയം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാനുവലി നിങ്ങൾക്ക് എത്ര വേണോ ഫ്രീ ആയിട്ട് തന്നെ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെറ്റാ ട്രേഡറുമായിട്ട് നമുക്ക് സിങ്ക് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, പ്രീമിയം അപ്ഗ്രേഡ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡ്സും നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് ജേണൽ ഈ ഒരു അൾട്രാ ട്രേഡർ എന്ന് പറയുന്ന
പ്ലാറ്റ്ഫോമിനുള്ളിൽ അപ്ലോഡ് ആകുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഓവറാൾ നമ്മളെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ്സിൻ്റെ ആ ഒരു ഓവറാൾ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫോറക്സ് ട്രേഡേഴ്സ് നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് അൾട്രാ ട്രേഡർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം. കൃത്യമായിട്ടുള്ള ട്രേഡിംഗ് ജേർണൽ കീപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ട്രേഡിംഗ് പെർഫോമൻസ് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ട്രേഡിംഗ് ജേർണൽ എഴുതി മാത്രമേ ഓരോ പ്രോഫിറ്റബിൾ ട്രേഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ നിർബന്ധമായിട്ടും ഏത് കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ കൃത്യമായിട്ട് ട്രേഡിംഗ് ജേർണൽ എഴുതി മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാ ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഒന്നിച്ച് തന്നെ പഠിച്ച് മനസ്സിലാക്കാം.